Hello, Bharathiar University STE BA English second year. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 പോയട്രി. Lesson for Ozymandias by P.B. Shelley. Occupy yourself. Gesture, non-verbal gesture is one way of expressing our feelings. Try out some gestures to express anger. ജെസ്റ്റർ, ആംഗ്യം എന്നുള്ളത് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ ആണ്. അപ്പോൾ ആങ്കർ, ദേഷ്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ഭാവങ്ങൾ, ജെസ്റ്റേഴ്സ് നമ്മളോട് ട്രൈ ചെയ്യാനാണ്. ഹാവ് യു സീൻ എനി സ്റ്റാച്യു? ഇഫ് സോ ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് ഒസിമാൻഡിയാസ്. നിങ്ങൾ ഒരു സ്റ്റാച്യു കണ്ടിട്ടുണ്ടോ? ഒരു പ്രതിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒസിമാൻഡിയാസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ്, താരതമ്യപ്പെടുത്തുക, വേർതിരിക്കുക എന്നൊക്കെയാണ്. ഒബ്ജക്റ്റ് ഈസ് ടു ഡെവലപ്പ് ദ തിങ്കിങ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ് ത്രൂ എ വർക്ക് ഓഫ് ആർട്ട്. കലാപരമായിട്ടുള്ള ഒരു വർക്കിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ സ്റ്റുഡൻസിൻ്റെ തിങ്കിങ് സ്കിൽ, ചിന്താശേഷി ഡെവലപ്പ് ചെയ്യാൻ. ലൈഫ് ഹിസ്റ്ററി ഓഫ് ദ ഓതർ. ഹിയർ ദ ഓതർ ഈസ് P.B. Shelley. P.B. ഷെല്ലിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. Ozymandias was another name of Ramesses the Great, pharaoh of the 19th dynasty of ancient Egypt. ഒസിമാൻഡിയാസ് എന്നുള്ളത് റാമസസ് ദ ഗ്രേറ്റിൻ്റെ മറ്റൊരു പേരാണ്. ഈ റാമസസ് ദ ഗ്രേറ്റ് ആൻഷ്യൻ്റ് ഈജിപ്തിലെ, പുരാതന ഈജിപ്തിലെ 19ാമത്തെ രാജവംശത്തിലെ ഫറവോ ആണ്, അതായത് ഭരണാധികാരിയാണ്. അപ്പം പുരാതന ഈജിപ്തിലെ ഭരണാധികാരിയെ വിളിക്കുന്ന പേരാണ് ഫറവോ. Ozymandias represents a transliteration into Greek of a part of Ramesses' throne name, user matre setup enre. ഒസിമാൻഡിയാസ് എന്നുള്ളത് ഈ റമസസിൻ്റെ ത്രോൺ നെയിം, സിംഹാസന നാമം, അതിൻ്റെ ഒരു ഗ്രീക്ക് പാർട്ടിൻ്റെ ഒരു ഗ്രീക്കായിട്ടുള്ള ഒരു ട്രാൻസ്ലിട്രേഷൻ, ഒരു ലിപ്യന്തരമാണ് ഒസിമാൻഡിയാസ് എന്നുള്ളത്. അപ്പോൾ ഈ ത്രോൺ നെയിം, സിംഹാസന നാമം എന്താണെന്ന് പറയുന്നുണ്ട്. യൂസർ മാട്രെ സെറ്റപ്പ് എൻറെ. ദ സൊന്നറ്റ് പാരഗ്രാഫേഴ്സ് ദ ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ ബേസ് ഓഫ് ദ സ്റ്റാച്യു ഗിവൺ ബൈ ഡിയോഡറസ് സിക്കുലസ് ആസ് കിങ് ഓഫ് കിങ്സ് ആം ഐ ഒസിമാൻഡിയാസ്. If anyone would know how great I am and where I lie, let him surpass one of my works. Shelley's poem is often said to have been inspired by the arrival in London of a colossal statue of Ramesses II acquired for the British Museum by the Italian adventurer Giovanni Belzoni in 1816. ദ സൊന്നറ്റ് പാരാഫ്രേസസ് എന്നാണ് ഞാൻ ഗ്രാഫ്സ് എന്ന് വായിച്ചത്. ഡിയോഡറസ് സിക്കുലസ് എന്നുള്ള ഒരു സ്റ്റാച്യു ഉണ്ട്, ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ അടിഭാഗത്ത് എഴുതി വെക്കുമല്ലോ, അങ്ങനെ ഒരു കാര്യങ്ങൾ എഴുതി വെക്കുമല്ലോ. അങ്ങനെ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്: കിങ് ഓഫ് കിങ്സ് ആം ഐ ഒസിമാൻഡിയാസ്. രാജാക്കന്മാരുടെ രാജാവാണ് ഞാൻ, ഒസിമാൻഡിയാസ്. ഇഫ് എനിവൺ വുഡ് നോ ഹൗ ഗ്രേറ്റ് ഐ ആം ആൻഡ് വേർ ഐ ലൈ, ലെറ്റ് ഹിം സർപ്പാസ് വൺ ഓഫ് മൈ വർക്ക്സ്. ഞാൻ എത്ര വലിയവനാണെന്നും എവിടെയാണ് ഞാൻ കിടക്കുന്നത് എന്നും ഒരുവന് അറിയാമെങ്കിൽ അവൻ എൻ്റെ ഒരു പ്രവൃത്തിയെ മറികടക്കട്ടെ. സർപ്പാസ് വേർഡ് മീനിങ് മറികടക്കുക. 1816 ഇറ്റാലിയൻ ഇറ്റാലിയൻ സാഹസികനായിട്ടുള്ള ഗിയോവാനി ബെൽസോയി ബ്രിട്ടീഷ് മ്യൂസിയത്തിനായി വാങ്ങിയ റമസസ് II ഭീമാകാരമായിട്ടുള്ള പ്രതിമ ലണ്ടനിൽ എത്തിയതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഷെല്ലിയുടെ കവിത, ഈ പോയം എന്നുള്ളത് പറയുന്നു. കൊളോസൽ, ഭീമാകാരമായ. റോഡൻബെക്ക്, however, points out that the poem was written and published before the statue arrived in Britain, and thus that Shelley could not have seen it. But its repute in Western Europe preceded its actual arrival in Britain. എന്തായാലും റോഡൻബക്ക് എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, ഈ സ്റ്റാച്യു ബ്രിട്ടനിൽ എത്തുന്നതിൻ്റെ മുമ്പെയാണ് ഈ പോയം, ഷെല്ലിയുടെ ഈ പോയം എഴുതിയിട്ടുള്ളതും പബ്ലിഷ് ചെയ്തിട്ടുള്ളതും എന്ന് റോഡൻബക്ക് പറയുന്നു.
അതിനാൽ തന്നെ ഷെല്ലിക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ വെസ്റ്റേൺ യൂറോപ്പിൽ അതിൻ്റെ പ്രശസ്തി ബ്രിട്ടനിലേക്കുള്ള ആക്ച്വൽ അറൈവലിൻ്റെ യഥാർത്ഥ വരവിൻ്റെ മുമ്പായിരുന്നു. റെപ്യൂട്ട് പ്രശസ്തി പ്രസീഡഡ് മുന്നിട്ടിറങ്ങി. ഇൻ ലൈൻ 7 the word survive is a transitive verb with hand and heard as its direct objects. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബ് എന്താണെന്നുള്ളത് ഇതിൽ ആക്ടിവിറ്റീസിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ പറയാം, അല്ലെങ്കിൽ ഈ ഒരു ലെസൺ ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. These lines therefore mean that the passions evident in the arrogant and sneering shattered visage have survived both the sculptor and the pharaoh. അതിനാൽ ഈ വരികൾ അർത്ഥമാക്കുന്നത് അഹങ്കാരവും പരിഹാസവും നിറഞ്ഞ തകർന്ന മുഖഭാവത്തിൽ, ഷാറ്റേഡ് വിസേജ് തകർന്ന മുഖഭാവത്തിൽ പ്രകടമായ വികാരങ്ങൾ ശില്പിയെയും ഫറോനെയും അതിജീവിച്ചിരിക്കുന്നു എന്നാണ്. വേർഡ് മീനിങ്സ്: പാഷൻസ് വികാരങ്ങൾ, എവിഡൻ്റ് പ്രകടമായത്, അരോഗൻ്റ് അഹങ്കാരി, സ്നീറിങ് പരിഹസിക്കുന്നു, ഷാറ്റേഡ് വിസേജ് തകർന്ന കാഴ്ച, സ്കൾപ്റ്റർ ശില്പി. The alternative reading makes fed intransitive, the sense then being the herd that consumed rather than the herd that gave nourishment. ഈ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് ഇത് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇനിയും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം. Thus the pharaoh's insatiable herd fed on was fed by his passions, a common trope of the Petrarchan sonnet and its progeny. അങ്ങനെ ഫറവോൻ്റെ ഹൃദയം അടങ്ങാനാവാത്ത ഹൃദയം പെട്രാർക്കൻ സോണറ്റിൻ്റെയും ഇറ്റ്സ് പ്രോജനി അതിൻ്റെ സന്തതികളുടെയും ഒരു പൊതു ട്രോപ്പായ അവൻ്റെ അഭിനിവേശങ്ങളാൽ ഫെഡോൺ പോഷിപ്പിച്ചു. Among the earlier senses of the verb to mock is to fashion an imitation of reality, as in a mock-up, but by Shelley's day the current sense to ridicule, especially by mimicking, had come to the fore. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം, ഈ ലൈഫ് ഹിസ്റ്ററി ഓഫ് ഓതർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഈ ഭാഗം മുഴുവനും നമ്മുടെ പോയം കഴിഞ്ഞിട്ടായിരുന്നു ശരിക്കും വരേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വായിച്ചു നോക്കുമ്പോൾ. ഇതിലിപ്പോൾ ഇത്രയായിട്ടും ഓതറിൻ്റെ ലൈഫ് ഹിസ്റ്ററി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻ ഹിസ് സോണറ്റ് ഷെല്ലി സെലിബ്രേറ്റ്സ് ദ അനോണിമസ് ആർട്ടിസ്റ്റ് ആൻഡ് ഹിസ് അച്ചീവ്മെൻറ്റ്, ആൻഡ് അവർ പോയിറ്റ് ഹിംസെൽഫ് സർവൈവ്സ് ദ റൂയിൻസ് ഓഫ് ദ ഒപ്രസർ by making a tight compact sonnet out of a second-hand story about ruins in a desert. തൻ്റെ സോണറ്റിൽ ഷെല്ലി അജ്ഞാതനായ കലാകാരനെയും അദ്ദേഹത്തിൻ്റെ നേട്ടത്തെയും ആഘോഷിക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. മരുഭൂമിയിലെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് കഥയിൽ നിന്ന് ഇറുകിയതും ഒതുക്കമുള്ളതുമായ സോണറ്റ് നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ കവി തന്നെ അടിച്ചമർത്തുന്നവരുടെ അവശിഷ്ടങ്ങളെ അതിജീവിക്കുന്നു. അനോണിമസ് അജ്ഞാതൻ, ഒപ്രസർ പീഡകൻ. The lone and level sands stretching far away suggest the desolation that results from the impulse to impose oneself on the landscape. ദൂരെ നീണ്ടു കിടക്കുന്ന ഏകവും നിരപ്പുള്ളതുമായ മണൽ. ലോൺ ഏകം, ഏകമായ, ഏകാന്തമായ എന്നൊക്കെ. ഭൂപ്രകൃതിയിൽ സ്വയം അടിച്ചേൽപ്പിക്കാനുള്ള പ്രേരണയുടെ ഫലമായുണ്ടാകുന്ന വിജനതയെ സൂചിപ്പിക്കുന്നു. ഡിസൊലേഷൻ വേർഡ് മീനിങ് വിജനത. ഇമ്പൾസ് പ്രേരണ, ഇമ്പോസ് ചുമത്തുക. വെൻ ഷെല്ലി സേസ് നത്തിങ് ബിസൈഡ് റിമൈൻസ്, ഹി സജസ്റ്റ് the nothingness of space around the ruins and of the ruins themselves, and he puns on the ruins as remains. അല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഷെല്ലി പറയുമ്പോൾ അവശിഷ്ടങ്ങൾക്കും ചുറ്റുമുള്ള സ്ഥലത്തിൻ്റെ ശൂന്യതയും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. കൂടാതെ റൂയിൻസിന്, അവശിഷ്ടങ്ങളെ റിമൈൻസ്, അത് അവശേഷിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു.
That there is nothing beside the ruins emphasizes their loneliness and desolation, disconnected not only in space from other physical things but also in time, from the busy and important context in which they must have once existed as an interconnected part of an ancient city. ശിഷ്ടങ്ങൾക്കപ്പുറം ഒന്നുമില്ല എന്നുള്ളത് അവരുടെ വിജനതയെയും ഏകാന്തതയെയും ഊന്നിപ്പറയുന്നു. ആ ഒരു സ്പേസിൽ മാത്രമല്ല, മറ്റുള്ള വസ്തുക്കളിൽ നിന്നും, മറ്റുള്ള ഭൗതിക വസ്തുക്കളിൽ നിന്നും, ഫിസിക്കൽ തിങ്സ്, പക്ഷെ സമയത്തിൽ നിന്നും, ഒരു ആൻഷ്യൻ സിറ്റിയുടെ, ഒരു പുരാതന നഗരത്തിൻ്റെ പരസ്പര ബന്ധിതമായിട്ടുള്ള ഭാഗമായിട്ട് ഒരിക്കൽ നിലനിന്നിരിക്കേണ്ട തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ സംഭവങ്ങളിലൊന്ന്. അവിടെ നിന്നൊക്കെ അവർ ഡിസൊലേഷൻ, ലോൺലിനെസ്സും വിജനതയും ആണ് എന്നാണ് പറയുന്നത്. This sonnet is often incorrectly quoted or reproduced. The most common misquotation, "Look about my works, ye mighty, and despair," replaces the correct on with upon, thus turning the regular decasyllabic iambic pentameter verse into an 11-syllable verse, which is a license that is generally avoided unless there is good reason to indulge in it. ഈ സോണറ്റ് പലപ്പോഴും തെറ്റായി ഉദ്ധരിക്കുകയോ അല്ലെങ്കിൽ പുനർനിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നു. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മിസ്ക്വട്ടേഷൻ, അതായത് തെറ്റായ ഉദ്ധരണി, തെറ്റായ കോട്ട്. വീരന്മാരെ, നിരാശരായി എൻ്റെ പ്രവർത്തികൾ നോക്കുവിൻ. മൈറ്റി, ശക്തനായ. ഡിസ്പയർ, നിരാശ. കറക്റ്റായിട്ടുള്ള ഓൺ എന്നതിന് പകരം അപ്പോൺ എന്ന് റീപ്ലേസ് ചെയ്യുന്നു, അത് പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ അത് പതിവ്, റെഗുലറായിട്ടുള്ള ഡെക്കാസിലബിക് അതിലേക്ക് ഒതുങ്ങുന്നു. അതിൽ മുഴുകാൻ നല്ല കാരണമില്ലെങ്കിൽ പൊതുവെ ഒഴിവാക്കപ്പെടുന്ന ഒന്നാണ്. ഇൻഡൽജ് വേർഡ് മീനിങ് ആഹ്ലാദിക്കുക, മുഴുകുക എന്നൊക്കെയാണ്. ഈ ഡെക്കാസിലബിക് എന്നുള്ളത് 10 സിലബിൾസ് ഉൾക്കൊള്ളുന്നതിനെയാണ് ഡിക്കാസിലബിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ, ആ 10 സിലബിൾ ഉള്ളതിനെ 11 സിലബിൾ വേഴ്സിലേക്ക് മാറ്റുന്നു. അതാണ് ഇവിടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ഉദ്ധരണി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പോയം. I met a traveler from an antique land who said, "Two vast and trunkless legs of stone stand in the desert. Near them on the sand, half sunk, a shattered visage lies, whose frown and wrinkled lip and sneer of cold command tell that its sculptor well those passions read which yet survive, stamped on these lifeless things, the hand that mocked them and the heart that fed, and on the pedestal these words appear: My name is Ozymandias, King of Kings. Look at my works, ye mighty, and despair. Nothing beside remains. Round the decay of that colossal wreck, boundless and bare, the lone and level sands stretch far away." അപ്പോൾ ഇതാണ് PB ഷെല്ലിയുടെ ഒസിമാൻഡിയാസ് എന്നുള്ള പോയം. അപ്പോൾ ഇതൊരു സോണറ്റാണ്. സോണറ്റ് എന്ന് വെച്ചാൽ 14 വരികളുണ്ടാകും. അതുപോലെ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാറ്റേണും ഉണ്ടാവും. അപ്പോൾ ഈ പോയത്തിൻ്റെ മീനിങ് നോക്കാം. ഐ മെറ്റ് എ ട്രാവലർ, ഞാനൊരു യാത്രക്കാരനെ കണ്ടു. ഫ്രം എൻ ആൻറ്റിക് ലാൻഡ്, ഒരു ആൻറ്റിക് മീൻസ് ഒരു ഓൾഡ്, പുരാതനമായിട്ടുള്ള എന്നൊക്കെയാണ്. അപ്പോൾ ഒരു പഴയ ഒരു ലാൻഡിൽ വെച്ച്, ഒരു സ്ഥലത്ത് വെച്ച് ഞാനൊരു യാത്രക്കാരനെ കണ്ടു. ഹു സെഡ്, അയാൾ പറഞ്ഞു, "ടു വാസ്റ്റ് ആൻഡ് ട്രങ്ക്ലെസ് ലെഗ്സ് ഓഫ് സ്റ്റോൺ." ടു, 2, വാസ്റ്റ്, വിശാലമായ, ആൻഡ് ട്രങ്ക്ലെസ് മീൻസ് തലയില്ലാത്ത. അപ്പോൾ വിശാലവും തലയില്ലാത്തതുമായ ഒരു ഹ്യൂമൻ ബോഡി, ട്രങ്ക്ലെസ് ലെഗ്സ്, അതെ, തലയില്ലാത്ത ലെഗ്, കാലുകൾ, ഓഫ് സ്റ്റോൺ, സ്റ്റാൻഡ് ഇൻ ദ ഡിസേർട്ടിലെ മരുഭൂമിയിൽ നിൽക്കുന്നു. അപ്പോൾ ആ കണ്ടിട്ടുള്ള ട്രാവലർ പറഞ്ഞതാണ്, 2 വിശാലമായിട്ടുള്ള ട്രങ്ക്ലെസ് ആയിട്ടുള്ള തലയില്ലാത്ത 2 കാലുകൾ, സ്റ്റോൺ കൊണ്ടുള്ള 2 കാലുകൾ ഡിസേർട്ടിൽ നിൽക്കുന്നു. നിയർ ദം, ഓൺ ദ സാൻഡ്, അവരുടെ അടുത്ത്, ഓൺ ദ സാൻഡ്, മണലിൽ, ഹാഫ് സങ്ക്, പകുതി മുങ്ങിയ, സങ്ക്, മുങ്ങി, എ ഷാറ്റേർഡ് വിസേജ് ലൈസ്,
ഒരു തകർന്ന മുഖം. വിസേജ് മീൻസ് ഒരു പേഴ്സൻ്റെ ഫേസാണ്. അപ്പോൾ തകർന്ന ഒരു മനുഷ്യൻ്റെ മുഖം ലൈസ് അവിടെ കിടക്കുന്നു. ഹൂസ് ഫ്രൗൺ ആൻഡ് റിങ്കിൾഡ് ലിപ്പ്. ഫ്രൗൺ എന്നാൽ നെറ്റി ചുളിക്കുക. ആൻഡ് റിങ്കിൾഡ് ലിപ്പ് ചുളിഞ്ഞ ചുണ്ടുകൾ. ആൻഡ് സ്നീർ ഓഫ് കോൾഡ് കമാൻഡ് തണുത്ത ആജ്ഞയുടെ സ്നീർ പരിഹാസം. ടെൽ ദാറ്റ് ഇറ്റ്സ് സ്കൾപ്റ്റർ വെൽ ദോസ് പാഷൻസ് റീഡ് വിച്ച് യെറ്റ് സർവൈവ്. അത് പറയുന്നു അതായത് ഈ ആ മനുഷ്യൻ്റെ മുഖം. സ്കൾപ്റ്റർ ശില്പി. വെൽ ദോസ് പാഷൻസ് റീഡ്, പാഷൻസ് വികാരങ്ങൾ, നന്നായി വികാരങ്ങൾ വായിക്കുന്ന. വിച്ച് യെറ്റ് സർവൈവ് അതിപ്പോഴും അതിജീവിക്കുന്നു. സ്റ്റാമ്പഡ് ഓൺ ദീസ് ലൈഫ്ലെസ് തിങ്സ് ഈ ജീവനില്ലാത്ത കാര്യങ്ങളിൽ സ്റ്റാമ്പ് ചെയ്ത് മുദ്ര കുത്തി. ദ ഹാൻഡ് ദാറ്റ് മോക്കഡ് ദം ആൻഡ് ദ ഹേർട്ട് ദാറ്റ് ഫെഡ് അവരെ പരിഹസിച്ച കൈയും ഭക്ഷണം നൽകിയ ഹേർട്ട് ഹൃദയവും. ആൻഡ് ഓൺ ദ പെഡസ്ട്രൽ പീഠത്തിലും. ദീസ് വേർഡ്സ് അപ്പിയർ ഈ വാക്കുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ പീഠം എന്ന് പറയുമ്പോൾ സ്റ്റാച്യുവിൻ്റെ അടിവശം ആയിരിക്കും. മൈ നെയിം ഈസ് ഒസിമാൻഡിയാസ്, കിങ് ഓഫ് കിങ്സ്. എൻ്റെ പേര് ഒസിമാൻഡിയാസ് എന്നാണ്, രാജാക്കന്മാരുടെ രാജാവാണ് ഞാൻ. ലുക്ക് ഓൺ മൈ വർക്ക്സ് എൻ്റെ വർക്ക്സിലേക്ക് നോക്കുക, എൻ്റെ പ്രവൃത്തിയിലേക്ക് നോക്കുക. യേ മൈറ്റി ധീരരെ, ആൻഡ് ഡിസ്പയർ നിരാശരാവുക. നത്തിങ് ബിസൈഡ് റിമൈൻസ് മറ്റൊന്നും അവിടെ അവശേഷിച്ചിരുന്നില്ല. റൗണ്ട് ദ ഡീക്കേ ഓഫ് ദാറ്റ് കൊളോസൽ റഗ് അതിരുകളില്ലാത്തതും ബൗണ്ട്ലെസ് അതിരുകളില്ലാത്തതും ബെയർ നഗ്നമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു കൊളോസൽ റഗ്, ആ ഒരു ഹ്യൂജ് വലിയ ഭീമാകാരമായ ആ ഒരു റഗ്, നാശം അവശിഷ്ടം എന്നൊക്കെയാണ് റഗ്. അപ്പോൾ ആ ഒരു വലിയൊരു അവശിഷ്ടം. റൗണ്ട് ദ ഡീക്കേ ഓഫ് ദാറ്റ് കൊളോസൽ റഗ് ബൗണ്ട്ലെസ് ആൻഡ് ബെയർ. അപ്പം ആ ഒരു അതിരുകളില്ലാത്തതും നഗ്നവുമായിട്ടുള്ള ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ആ ഒരു അവശിഷ്ടത്തിന് ചുറ്റും, ജീർണിച്ച ആ ഒരു ജീർണതയ്ക്ക് ചുറ്റും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ദ ലോൺ ആൻഡ് ലെവൽ സാൻഡ്സ് സ്ട്രെച്ച് ഫാർ അവേ ഏകാന്തവും നിരപ്പുള്ളതുമായ മണൽ നീണ്ടുകിടക്കുന്നു, വളരെ ദൂരം നീണ്ടുകിടക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് അനാലിസിസ്. Written in December 1817 during a writing contest and first published in Leigh Hunt's Examiner of January 11, 1818. Shelley points out that the poem was selected for the book by his bookseller and not by himself. അപ്പോൾ ഈ ഒരു പോയം 1817 ഡിസംബറിൽ ഒരു റൈറ്റിംഗ് കോൺടെസ്റ്റിൽ എഴുതിയതാണ്. അത് 1818 ജനുവരി 11 എക്സാമിനർ എന്നുള്ള ലീ ഹണ്ടിൻ്റെ എക്സാമിനറിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു. ഷെല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പോയം ആ ബുക്കിലേക്ക് സെലക്ട് ചെയ്തത് അദ്ദേഹമായിരുന്നില്ല, അതിൻ്റെ ബുക്ക് സെല്ലർ, അതിൻ്റെ പബ്ലിഷർ ആയിരുന്നു എന്ന്. ദ സെൻട്രൽ തീം ഓഫ് ഒസിമാൻഡിയാസ് ഇസ് മാൻകൈൻഡ്സ് ഹബ്രിസ്. അപ്പോൾ ഒസിമാൻഡിയാസ് എന്നുള്ള ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീം, മുഖ്യമായിട്ടുള്ള ഒരു തീം എന്നുള്ളത് ഈസ് മാൻകൈൻഡ്സ് ഹബ്രിസ്, മനുഷ്യരാശിയുടെ ഹബ്രിസ് ആണ്. ഹബ്രിസ് മീൻസ് അഹങ്കാരം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. In 14 short lines, Shelley condenses the history of not only Ozymandias' rise, peak and fall, but also that of an entire civilization. അപ്പോൾ 14 ചെറിയ വരികളിലൂടെ കണ്ടൻസ് ചെയ്യുന്നു ഷെല്ലി. കണ്ടൻസ് മീൻസ് സാന്ദ്രീകരിക്കുക, സംക്ഷിപ്തമാക്കുക, ചുരുക്കുക എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ ഈ 14 ചെറിയ വരികളിലൂടെ ഷെല്ലി കണ്ടൻസ് ചെയ്യുന്നു ദ ഹിസ്റ്ററി ഓഫ് നോട്ട് ഓൺലി ഒസിമാൻഡിയാസ് റൈസ്, പീക്ക് ആൻഡ് ഫോൾ. ഒസിമാൻഡിയാസിൻ്റെ റൈസ്, ഉയർച്ചയും, പീക്ക് കൊടുമുടി, ആൻഡ് ഫോൾ വീഴ്ച. ഇത് മാത്രമല്ല, ഒസിമാൻഡിയാസിൻ്റെ ഉയർച്ചയും താഴ്ചയും മാത്രമല്ല, ബട്ട് ആൾസോ ദാറ്റ് ഓഫ് എൻ എൻറ്റയർ സിവിലൈസേഷൻ, ആ ഒരു മൊത്തത്തിലുള്ള നാഗരികതയുടെ
ഒരു ഹിസ്റ്ററിയാണ് അതിലുള്ളത്. Without directly stating it, Shelley shows that all works of humankind, including power structures and governments, eventually must pass into history, no matter how permanent they may seem at the apex of their influence. അപ്പോൾ ഷെല്ലി അത് ഡയറക്റ്റായിട്ട് പറയുന്നില്ല അതിൽ. ഷെല്ലി അതിൽ ഹ്യൂമൻ കൈൻഡിൻ്റെ മനുഷ്യരാശിയുടെ എല്ലാ പ്രവൃത്തികളും അതിൽ കാണിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് ഗവൺമെൻറ്റ്സ്, അധികാര ഘടനകളും സർക്കാരുകളും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവഞ്ച്വലി മസ്റ്റ് പാസ് ഇൻ ടു ഹിസ്റ്ററി, ഒടുവിൽ ചരിത്രത്തിലേക്ക് ഹിസ്റ്ററിയിലേക്ക് പാസ് ചെയ്യണം, കടന്നു ചെല്ലണം. നോ മാറ്റർ ഹൗ പെർമനൻറ്റ് ദേ മേ സീം അറ്റ് ദ അപ്പെക്സ് ഓഫ് ദെയർ ഇൻഫ്ലുവൻസ്, അവരുടെ സ്വാധീനത്തിൻ്റെ കൊടുമുടിയിൽ അവരെത്ര ശാശ്വതമായി അവർക്ക് തോന്നിയാലും. ഒസിമാൻഡിയാസ് short-sighted pride seems amusing at first until the reader realizes that the lessons conveyed are equally applicable today. ഒസിമാൻഡിയാസിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത പ്രൈഡ്, അഹങ്കാരം, അതാദ്യം രസകരമായിട്ട് തോന്നും, അമ്യൂസായിട്ട് ആദ്യം തോന്നും. പകർന്നു നൽകിയ പാഠങ്ങൾ ഇന്നും ഒരുപോലെ ബാധകമാണ് എന്ന് റീഡർ തിരിച്ചറിയുന്നത് വരെ. ഓൾ തിങ്സ് മസ്റ്റ് പാസ്, എല്ലാം കടന്നു പോകണം, എല്ലാ കാര്യങ്ങളും മസ്റ്റ് പാസ്, കടന്നു പോകണം. ഡെസ്പൈറ്റ് ഇറ്റ്സ് എൻഡ്യൂറിംഗ് പോപ്പുലാരിറ്റി, സം ഷെല്ലി സ്കോളേഴ്സ് ഹാവ് ട്രീറ്റഡ് ഒസിമാൻഡിയാസ് ആസ് വൺ ഓഫ് ദ പോയറ്റ്സ് ലെസർ വർക്ക്സ്. സ്ഥായിയായ ജനപ്രീതി ഉണ്ടായിട്ടും ഷെല്ലിയുടെ ചില പണ്ഡിതന്മാർ ഈ കവിയുടെ, അതായത് ഷെല്ലിയുടെ ചില ചെറിയ പോയറ്റ്സിൽ ഒന്നായിട്ട്, ചെറിയ വർക്ക്സിൽ ഒന്നായിട്ട് ഈ ഒസിമാൻഡിയാസ് കണക്കാക്കിയിട്ടുണ്ട്. വൺ മേജർ സ്റ്റഡി, ഹറോൾഡ് ബ്ലൂംസ് ഷെല്ലീസ് മിത്ത് മേക്കിംഗ് 1959, ഡസൻറ്റ് മെൻഷൻ ഇറ്റ് അറ്റ് ഓൾ. But Bloom intended only to write only Shelley's longer poems and did not address many of his shorter works. അപ്പോൾ ഒരു മേജറായിട്ടുള്ള ഒരു സ്റ്റഡിയിൽ ഹറോൾഡ് ബ്ലൂമിൻ്റെ ഷെല്ലീസ് മിത്ത് മേക്കിംഗ് എന്നുള്ള ഒരു ബുക്കിൽ, ഒരു സ്റ്റഡിയിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ബ്ലൂം ഉദ്ദേശിച്ചു ഈ ഷെല്ലിയുടെ ലോങ്ങർ പോയംസ്, വലിയ പോയംസിനെ കുറിച്ച് മാത്രം എഴുതാനാണ്. ഡിഡ് നോട്ട് അഡ്രസ് മെനി ഓഫ് ഹിസ് ഷോർട്ടർ വർക്ക്സ്, ചെറിയ വർക്ക്സ് ഒന്നും അതിനെക്കുറിച്ചുള്ള യാതൊരു അഡ്രസ്സും അതിൽ കൊടുത്തിട്ടില്ല, യാതൊരു വിവരവും അതിൽ കൊടുത്തിട്ടില്ല. അതേഴ്സ്, എക്സാമ്പിൾ ആന മരിയ തുപ്പാൻസ്, ഈ റെഫറൻസ് പിന്നെ നോക്കാം. ട്രീറ്റ് ഇറ്റ് ആസ് മാർക്കിംഗ് എ ലാറ്റ് റൊമാൻറ്റിക് കൺസേൺ വിത്ത് ദ റിലേഷൻഷിപ്സ് എമംഗ് ലൈഫ് ഹിസ്റ്ററി ആൻഡ് ആർട്ട് ദാറ്റ് ഈസ് കോമൺ ടു ഷെല്ലി, വേർഡ്സ്വർത്ത്, കീറ്റ്സ് ആൻഡ് ബൈറോൺ. അപ്പോൾ ഷെല്ലി, വേർഡ്സ്വർത്ത്, കീറ്റ്സ് ആൻഡ് ബൈറോൺ ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ജീവിതം, ചരിത്രം, കല എന്നിവയ്ക്കിടയിലുള്ള ബന്ധങ്ങളുമായിട്ടുള്ള കാൽപ്പനികമായ ഒരു ആശങ്കയായി മറ്റുള്ളവർ കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള അന മരിയ തുപ്പാൻ അവരൊരു ലിറ്റററി ക്രിറ്റിക്കാണ്, അതായത് സാഹിത്യ നിരൂപകയാണ്. നെക്സ്റ്റ്, ജിസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ്. ഷെല്ലീസ് ഒസിമാൻഡിയാസ് ഇസ് എ സോണറ്റ് കണ്ടെയ്നിങ് 14 ലൈൻസ്. അപ്പോൾ ഷെല്ലിയുടെ ഒസിമാൻഡിയാസ് എന്നുള്ളത് ഒരു സോണറ്റാണ്, അതിന് 14 ലൈൻസ്, 14 വരികൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. It reveals the poet's contempt for vain pomp and glory of kings and emperors. രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും വ്യർത്ഥമായ ആഡംബരത്തോടും പ്രതാപത്തോടുമുള്ള പോയറ്റിൻ്റെ അവജ്ഞ ഇത് വെളിപ്പെടുത്തുന്നു. റിവീൽസ് വെളിപ്പെടുത്തുന്നു, കണ്ടംപ്റ്റ് അവജ്ഞ, വെയിൻ പോംബ്, വെയിൻ വ്യർത്ഥമായ, വെറുതെയുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള, പോംബ് ആഡംബരം, ഗ്ലോറി മഹത്വം, പ്രൗഢി, കിങ് രാജാവ്, എംപറർ ചക്രവർത്തി. എ ട്രാവലർ ഹിയർ ടെൽസ് ദ പോയറ്റ് ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഈജിപ്ത്. ഒരു യാത്രക്കാരൻ, ഒരു ട്രാവലർ തൻ്റെ അനുഭവം, ഈജിപ്തിലുള്ള തൻ്റെ അനുഭവം പോയറ്റിനോട് പറയുന്നു. ദ ട്രാവലർ സോ 2 ബിഗ് trackless legs of a statue in an Egyptian desert. ഈജിപ്ഷ്യൻ മരുഭൂമിയിൽ
തല ഇല്ലാത്ത രണ്ട് കാലുകൾ, ഈ രണ്ട് കാലുകളുടെ പ്രതിമ സ്റ്റാച്യു ഈ ഒരു ട്രാവലർ കാണുകയാണ്. ദ സ്റ്റാച്യു വാസ് ദാറ്റ് ഓഫ് ദ ആൻഷ്യൻറ്റ് കിങ് ഓഫ് ഈജിപ്റ്റ് കോൾഡ് ഒസിമാൻഡിയാസ്. അപ്പോൾ ആ സ്റ്റാച്യു പുരാതന ഈജിപ്തിലെ കിങ് ആയിരുന്ന ഒസിമാൻഡിയാസിൻ്റെ സ്റ്റാച്യു ആണ്. ദ ഹെഡ് ഓഫ് ദ സ്റ്റാച്യു ലേ നിയർലി ഹാഫ് സങ്ക് ഇൻ ദ സാൻഡ്. അപ്പോൾ ആ സ്റ്റാച്യുവിൻ്റെ ഹെഡ്, തലഭാഗം അവിടെ അടുത്തായിട്ട് സാൻഡിൽ, അതായത് മണലിൽ ഹാഫ് സങ്ക് ആയിരുന്നു, പകുതി മുങ്ങിപ്പോയിരുന്നു. ദ ഫേസ് വാസ് പാർട്ട്ലി ബ്രോക്കൺ. ഫേസ് കുറച്ചൊക്കെ പൊട്ടിപ്പോയിരുന്നു. ഇറ്റ് ബോർ ആൻ എക്സ്പ്രഷൻ ഓഫ് പ്രൗഡ് സ്നീർ ആൻഡ് കോൾഡ് കമാൻഡ്. അത് അഭിമാനകരമായ പരിഹാസത്തിൻ്റെയും തണുത്ത കൽപ്പനയുടെയും പ്രകടനങ്ങൾ വഹിച്ചു. ദ സ്കൾപ്റ്റർ ഹു ഹാഡ് കാർവ്ഡ് ദ ഫേസ് ഹാഡ് ഡൈഡ്. ആ ഫേസ് കൊത്തിയെടുത്ത സ്കൾപ്റ്റർ, ആ ഒരു ശില്പി, ഹാഡ് ഡൈഡ്, മരിച്ചിരുന്നു. ഒസിമാൻഡിയാസ് ഹു എക്സ്പ്രസ്ഡ് ദ ഫീലിങ്സ് വാസ് ഡെഡ്. വികാരങ്ങൾ പ്രകടിപ്പിച്ച ഒസിമാൻഡിയാസ് വാസ് ഡെഡ്, മരിച്ചുപോയിരുന്നു. ബട്ട് ദ വർക്ക് ഓഫ് ദ സ്കൾപ്റ്റർ ഹാഡ് സ്റ്റിൽ ലിവ്ഡ് ഓൺ. പക്ഷേ ആ ഒരു സ്കൾപ്റ്ററിൻ്റെ, ആ ഒരു ശില്പിയുടെ വർക്ക്, ആ ഒരു പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ സൃഷ്ടി, അത് സ്റ്റിൽ ലിവ്ഡ് ഓൺ, അതിപ്പോഴും ജീവിച്ചു. ദർ വാസ് എൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ പെഡസ്ട്രൽ ഓഫ് ദ സ്റ്റാച്യു. ഇൻസ്ക്രിപ്ഷൻ, ലിഖിതം. അപ്പോൾ ആ സ്റ്റാച്യുവിൻ്റെ, ആ പ്രതിമയുടെ പെഡസ്റ്റൽ മീൻസ് പീഠം, ആ സ്റ്റാച്യുവിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഇൻസ്ക്രിപ്ഷൻ, ഒരു ലിഖിതമുണ്ടായിരുന്നു. ഇറ്റ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് ദ സ്റ്റാച്യു ഓഫ് ഒസിമാൻഡിയാസ് ദ കിങ് ഓഫ് കിങ്സ്. അതിൽ പറയുന്നത് ഈ ഒരു സ്റ്റാച്യു, ഈ ഒരു പ്രതിമ ഒസിമാൻഡിയാസിൻ്റേതാണ്. ദ കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവായ ഒസിമാൻഡിയാസിൻ്റേതാണ് ഈ ഒരു സ്റ്റാച്യു, ഈ ഒരു പ്രതിമ. ഇറ്റ് ഡിസൈഡ് ദ ഓൺ ലുക്കേഴ്സ് ടു അഡ്മയർ ദ ഗ്രേറ്റ് വർക്ക്സ് ഓഫ് ഒസിമാൻഡിയാസ്. ഒസിമാൻഡിയാസിൻ്റെ ഗ്രേറ്റ് വർക്ക്സ്, മഹത്തായിട്ടുള്ള പ്രവൃത്തികൾ അഡ്മയർ ചെയ്യാൻ, അഭിനന്ദിക്കാൻ ഓൺ ലുക്കേഴ്സ്, കാണികൾ ഡിസയർ ചെയ്തു. ദ ഓൺ ലുക്കേഴ്സ് ഹാഡ് ടു ഡിസ്പയർ ദാറ്റ് ദേ കുഡ് നോട്ട് ബി ആസ് ഗ്രേറ്റ് ആസ് ഒസിമാൻഡിയാസ്. ഒസിമാൻഡിയാസിനെ പോലെ തങ്ങൾക്ക് വലിയവരാവാൻ കഴിയില്ല എന്ന് ഓൺ ലുക്കേഴ്സ് ഡിസ്പയർ ചെയ്തു, നിരാശരായി. Ozymandias, who described himself as the king of kings, was dead. His achievements had vanished. His glory was gone. Only his headless trunk was laid and buried in the desert sand and remained mocking at his pride and arrogance. അപ്പോൾ രാജാക്കന്മാരുടെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒസിമാൻഡിയാസ് വാസ് ഡെഡ്. അദ്ദേഹം മരിച്ചിരുന്നു. ഹിസ് അച്ചീവ്മെൻറ്റ്സ് വാനിഷ് ചെയ്തിരുന്നു, അപ്രത്യക്ഷമായിരുന്നു. അച്ചീവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊക്കെ അപ്രത്യക്ഷമായിരുന്നു. അവൻ്റെ ഗ്ലോറി, മഹത്വം ഒക്കെ പോയി, പ്രൗഢി ഒക്കെ പോയി. അയാളുടെ തലയില്ലാത്ത ഒരു ശരീരം മാത്രം അവിടെ കിടക്കുന്നു. ആൻഡ് ബറീഡ് ഇൻ ദ ഡിസേർട്ട്, മരുഭൂമിയിൽ അടക്കം ചെയ്തു. അവൻ്റെ അഹംഭാവത്തെയും അഹങ്കാരത്തെയും പരിഹസിച്ചു കൊണ്ടിരുന്നു. ഷെല്ലി സജസ്റ്റ് എ മോറൽ ത്രൂ ദിസ് സോണറ്റ്. ഹ്യൂമൻ ഗ്ലോറി ആൻഡ് പ്രൈഡ് ഡൈ ഔട്ട്, ബട്ട് ദ ആർട്ട് ലിവ്സ് ഓൺ ഫോർ എവർ. ഈ സോണറ്റിലൂടെ ഷെല്ലി ഒരു മോറൽ, ഒരു ധാർമ്മികത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഹ്യൂമൻ ഗ്ലോറി, മനുഷ്യമഹത്വം, ആൻഡ് പ്രൈഡ്, അഹംഭാവം, ഡൈ ഔട്ട്, അത് മരിച്ചു പോകും. ബട്ട് ദ ആർട്ട് ലിവ്സ് ഓൺ ഫോർ എവർ. ആർട്ട്, കല എല്ലായ്പ്പോഴും ജീവിക്കും. ഫീൽ റിഫ്രഷ്ഡ്. വൺ ഡേ എ ട്രാവലർ സോ ദ ബ്രോക്കൺ സ്റ്റാച്യു ഓഫ് ഒസിമാൻഡിയാസ്, ആൻ ആൻഷ്യന്റ് കിങ്, ഇൻ ദ ഡിസേർട്ട്. ഒരു ദിവസം ഒരു യാത്രക്കാരൻ പഴയകാലത്തിലുള്ള ഒരു കിങ് ആയിരുന്ന ഒസിമാൻഡിയാസിൻ്റെ ബ്രോക്കൺ സ്റ്റാച്യു, പൊട്ടിപ്പോയിട്ടുള്ള ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ കണ്ടു, ഡിസേർട്ടിൽ കണ്ടു. The statue had two huge legs of stone.
ആ പ്രതിമയ്ക്ക് 2 വലിയ കാലുകളുണ്ടായിരുന്നു. ഓഫ് സ്റ്റോൺ, കല്ലിൻ്റെ കാലുകൾ. ഇറ്റ്സ് ട്രങ്ക് വാസ് മിസ്സിങ്, അതിൻ്റെ തല മിസ്സായിരുന്നു. ആ സ്റ്റാച്യൂവിൽ തല ഉണ്ടായിരുന്നില്ല. ദ ഹെഡ് വാസ് ലൈങ് നിയർ ബൈ ഹാഫ് ബറീഡ് ഇൻ ദ സാൻഡ്, തല മണലിൽ പകുതി മുങ്ങിക്കൊണ്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് പാർട്ട്ലി ബ്രോക്കൺ ബട്ട് ഓൺ ഇറ്റ്സ് ഫേസ് റിമൈൻഡ് വിവിഡ്ലി ദ പാഷൻസ് ഓഫ് ദ ഗ്രേറ്റ് കിങ്. ആ ഫേസ് പാർട്ട്ലി പൊട്ടിയിരുന്നു, അതായത് മുഴുവനായിട്ട് പൊട്ടാതെ കുറച്ചൊക്കെ പൊട്ടിപ്പോയിരുന്നു. പക്ഷെ അതിൽ രാജാവിൻ്റെ മുഖഭാവങ്ങൾ ശരിക്കും തെളിഞ്ഞു കാണാമായിരുന്നു. ദ സ്കൾപ്റ്റർ ഹു മെയ്ഡ് ദ സ്റ്റാച്യു ഹാഡ് അണ്ടർസ്റ്റുഡ് ദോസ് പാഷൻസ് കറക്റ്റ്ലി. ആ സ്കൾപ്റ്റർ, ആ ഒരു ശില്പി, ആ സ്റ്റാച്യു ഉണ്ടാക്കിയ ആ ശില്പി ആ പാഷൻസ്, ആ ഒരു വികാരങ്ങളും ആ അഭിനിവേശങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹി ഹാഡ് സ്കിൽഫുള്ളി റെപ്രസെൻറ്റഡ് ദം. ആ സ്കൾപ്റ്റർ അതൊക്കെ സ്കിൽഫുള്ളി, സമർത്ഥമായിട്ട് പ്രതിനിധീകരിച്ചു, റെപ്രസെൻറ്റ് ചെയ്തു. വൈൽ മേക്കിംഗ് ദ സ്റ്റാച്യു ഹി മൈറ്റ് ഹാവ് മോക്കഡ് അറ്റ് ദ കിങ്സ് വാനിറ്റി. ആ സ്റ്റാച്യു ഉണ്ടാക്കുന്ന സമയത്ത് ആ രാജാവിൻ്റെ വാനിറ്റി, പൊങ്ങച്ചം, ഈ സ്കൾപ്റ്റർ, ആ ശില്പി മൈറ്റ് ഹാവ് മോക്ക്ഡ്, ചിലപ്പോൾ മോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. ബോത്ത് ദ സ്കൾപ്റ്റർ ആൻഡ് ദ കിങ് ഹാഡ് ഡൈഡ്. ആ ഒരു ശില്പിയും രാജാവും മരിച്ചു. ബട്ട് ദ ആർട്ട് ലിവ്സ് ഓൺ ഫോർ എവർ. പക്ഷെ ആ ഒരു ആർട്ട്, ആ ഒരു കല, ആ ഒരു പ്രതിമ, അത് എന്നും നിലനിൽക്കുന്നു. അത് പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാൽ പോലും അത് നിലനിൽക്കുന്നുണ്ടല്ലോ. The face of the statue bore an expression of proud sneer and cold command. There one could see his lips curled up in contempt. There was derision for all men and things on earth. ആ സ്റ്റാച്യുവിൻ്റെ മുഖത്ത് അഭിമാനകരമായിട്ടുള്ള ഒരു പരിഹാസവും തണുത്ത ആജ്ഞയും ഉണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവജ്ഞയോടെ ചുരുട്ടിയിരിക്കുന്നത് അവിടെ കാണാമായിരുന്നു. കണ്ടംപ്റ്റ്, അവജ്ഞ, നിന്ന. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും എല്ലാ വസ്തുക്കളെയും പരിഹസിച്ചു. ഡെറിഷൻ, പരിഹസിക്കുക. ദ സ്കൾപ്റ്റർ ഹു ഹാഡ് മെയ്ഡ് ദ സ്റ്റാച്യു കറക്റ്റ്ലി അണ്ടർസ്റ്റുഡ് ദീസ് പാഷൻസ്. ഈ സ്കൾപ്റ്റർ, ആ ഉണ്ടാക്കിയ ശില്പി, അദ്ദേഹത്തിന് ഈ പാഷൻസൊക്കെ, ഈ അഭിനിവേശങ്ങളും ഈ വികാരങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഹി ഹാഡ് സ്കിൽഫുള്ളി റെപ്രസെൻറ്റഡ് ദം. സമർത്ഥമായിട്ട് അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വൈൽ മേക്കിംഗ് ദ സ്റ്റാച്യു ഹി മൈറ്റ് ഹാവ് മോക്കഡ് അറ്റ് ദ കിങ്സ് വാനിറ്റി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ സ്റ്റാച്യു ഉണ്ടാക്കിയ സമയത്ത് ഈ സ്കൾപ്റ്റർ കിങ്ങിൻ്റെ ഈ ഒരു വാനിറ്റി, ഒരു പൊങ്ങച്ചത്തെ കളിയാക്കിയിരുന്നിരിക്കാം. ബോത്ത് ദ കിങ് ആൻഡ് ദ സ്കൾപ്റ്റർ ഹാഡ് ഡൈഡ്. ഈ കിങ്ങും സ്കൾപ്റ്ററും ശില്പിയും രണ്ടുപേരും മരിച്ചു പോയിരുന്നു. ബട്ട് ദ ആർട്ട് ഓഫ് ദ സ്കൾപ്റ്റർ ദാറ്റ് ഹാഡ് സ്കിൽഫുള്ളി റെപ്രസെൻറ്റഡ് ദ പാഷൻസ് ഓഫ് ദ കിങ് സ്റ്റിൽ സർവൈവ്സ്. പക്ഷേ ഈ കിങ്ങിൻ്റെ അഭിനിവേശങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു കിങ്ങിൻ്റെ അഭിനിവേശങ്ങൾ വ്യക്തമായിട്ടും സമർത്ഥമായിട്ടും സ്കൾപ്റ്റർ ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു സ്റ്റാച്യു, ആ ഒരു ആർട്ട്, അത് ഇപ്പോഴും സർവൈവ് ചെയ്യുന്നു, അത് അതിജീവിച്ചു. നേരത്തിലുള്ള ആ ഒരു പാരഗ്രാഫിൻ്റെ തന്നെ ആ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. നെക്സ്റ്റ്, സിമിലർ വേർഡ്സ്. ആൻറ്റീക്ക്, ഓൾഡ് ആൻഡ് ഓഫൻ വാല്യുബിൾ. ആൻറ്റിക് ലാൻഡിൽ വെച്ചിട്ടാണ് ട്രാവലറെ കണ്ടുമുട്ടിയത്, ആ ഒരു കാര്യമുണ്ട്. വിസേജ്, എ പേഴ്സൺസ് ഫേസ്. പെഡസ്റ്റൽ, ദ ബേസ് ഓഫ് എ സ്റ്റാച്യു. ട്രങ്ക്ലെസ്, ഹിയർ ഹ്യൂമൻ ബോഡി വിത്തൗട്ട് ഹെഡ്. മനുഷ്യ ശരീരം, തലയില്ലാത്ത മനുഷ്യ ശരീരം, അതാണ് ട്രങ്ക്ലെസ്. കൊളോസൽ, ഹ്യൂജ്. ആക്ടിവിറ്റീസ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ദ ആൻഷ്യൻറ്റ് ലാൻഡ് റെഫേഴ്സ് ടു ഇൻ ഒസിമാൻഡിയാസ് ഈസ് ഡാഷ്. ഒസിമാൻഡിയാസ് എന്നുള്ള ഈ ഒരു പോയത്തിൽ റിഫർ ചെയ്തിട്ടുള്ള, പരാമർശിച്ചിട്ടുള്ള ആൻഷ്യൻറ്റ് ലാൻഡ്, ആ പുരാതനമായിട്ടുള്ള ആ ഒരു നഗരം ഈസ് ഏതാണെന്നാണ്? ഈജിപ്ത്. നെക്സ്റ്റ്, ഒസിമാൻഡിയാസ് വാസ് ഡാഷ്. ഒസിമാൻഡിയാസ് എന്നുള്ളത് ഒരു കിങ് ആയിരുന്നു. പിന്നെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഒസിമാൻഡിയാസ് വാസ് അനദർ നെയിം ഓഫ് റമസസ് ദ ഗ്രേറ്റ്, ഫറവോ ഓഫ് ദ 19th ഡൈനാസ്റ്റി ഓഫ് ആൻഷ്യൻറ്റ് ഈജിപ്ത്. In the sonnet Ozymandias, Shelley says dash. ഒസിമാൻഡിയാസ് എന്നുള്ള സോണറ്റിൽ ഷെല്ലി പറയുന്നു ഡാഷ്. ഷെല്ലി എന്താണ് പറയുന്നത്? The human glory and pride die out, but the art lives on forever.
നെക്സ്റ്റ് ദ വേർഡ് കൊളോസൽ മീൻസ്. കൊളോസൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഹ്യൂജ്. ഇൻ ഒസിമാൻഡിയാസ് ദ ഡെസേർട്ട് റെഫേർഡ് ടു ഈസ്. ഇത് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഡെസേർട്ട് റെഫർ ചെയ്യുന്നത് ഏതാണ്? ഈജിപ്ത്. ഡു യു എഗ്രി ഓർ ഡിസഗ്രി ടു ദ സ്റ്റേറ്റ്മെൻറ്റ്സ്? ദ ആൻഷ്യൻറ്റ് ലാൻഡ് റെഫേർഡ് ഇൻ ഒസിമാൻഡിയാസ് ഇസ് ഈജിപ്ത്. എഗ്രി. ഈജിപ്ത് തന്നെയാണ് ആ ഒരു ലാൻഡ്. ഇൻ ഒസിമാൻഡിയാസ് ദ ഡെസേർട്ട് റെഫേർഡ് ടു ഈസ് ആൻ ആൻഷ്യൻറ്റ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. അല്ല, അത് ഈജിപ്തിലുള്ള ഒരു ഡെസേർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ അല്ല. എ ട്രാവലർ ടെൽസ് ദ പോയറ്റ് ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഈജിപ്ത്. എഗ്രി. നെക്സ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഹൗ ഡസ് ഷെല്ലി ബ്രിങ് ഔട്ട് ദ വാനിറ്റി ഓഫ് ഒസിമാൻഡിയാസ്? അത് ആ ഒരു സ്റ്റാച്യുവിൻ്റെ ഫേസിലുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, ആ സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഷെല്ലിയുടെ ഈ കിങ്ങിൻ്റെ വാനിറ്റി, പൊങ്ങച്ചത്തെ പറയുന്നത്. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ബൈ ദ പോയം? ഈ പോയത്തിൽ നിന്നുള്ള മെസ്സേജ് എന്താണ്? ഹ്യൂമൻ ഗ്ലോറി ആൻഡ് പ്രൈഡ് ഡൈ ഔട്ട് ബട്ട് ദ ആർട്ട് ലിവ്സ് ഫോർ എവർ. അതാണ്. ഡിസ്ക്രൈബ് ദ എക്സ്പ്രഷൻ ഓൺ ദ ഫേസ് ഓഫ് ദ സ്റ്റാച്യു. ആ സ്റ്റാച്യുവിൻ്റെ ഫേസ് എങ്ങനെയുള്ളതായിരുന്നു? ദ ഫേസ് ഓഫ് ദ സ്റ്റാച്യു ബോർ ആൻ എക്സ്പ്രഷൻ ഓഫ് പ്രൗഡ് സ്നീർ ആൻഡ് കോൾഡ് കമാൻഡ്. ദർ വൺ കുഡ് സീ ഹിസ് ലിപ്സ് curled up in contempt. There was derision for all men and things on earth. Our next, mold your answers in 200 words. Describe the inscription on the leaves of the statue. Describe the colossal rock. ആ സ്റ്റാച്യുവിൻ്റെ താഴെ എഴുതിയിട്ടുള്ള ആ ഒരു ലിഖിതം എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായി. 200 വേർഡ്സിലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കിങ് ഓഫ് കിങ്സ് ആമൈ എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ കൊളോസൽ റക്ക്. കൊളോസൽ എന്ന് വെച്ചാൽ ഭീമാകാരമായിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള റക്ക് അവശിഷ്ടം. അത് സ്റ്റാച്യു ആണ്, കൊളോസൽ റക്ക്. ആ പോയത്തിൽ പറയുന്നുണ്ട് അത്. അപ്പോൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെസൺ കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും എന്താണെന്നുള്ളത് പറയാമെന്നുള്ളത്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് വേർബ്സ് 9 ടൈപ്പ് ഉണ്ട്. ഫൈനൈറ്റ് വേർബ്, ഇൻഫൈനൈറ്റ് വേർബ് അല്ലെങ്കിൽ നോൺ ഫൈനൈറ്റ് വേർബ്, സ്റ്റേറ്റീവ് വേർബ്, ആക്ഷൻ വേർബ്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്, ലിങ്കിങ് വേർബ്, മോഡൽ വെർബ്, ഓക്സിലറി വെർബ്. ഇങ്ങനെ 9 ടൈപ്പ് വെർബുകളുണ്ട്, ക്രിയകളുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ട്രാൻസിറ്റീവ് വെർബ്, ഇറ്റ് സിംപ്ലി എക്സ്പ്രസ് ആക്ഷൻ ആൻഡ് ആർ ഫോളോഡ് ബൈ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ വെർബ് ആക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം വെർബ് എന്നുള്ളത്. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ് എന്നുള്ളത് അത് ഫോളോഡ് ബൈ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റുമായിട്ട് ഫോളോ ചെയ്യും. അതായത് തിങ് ഓർ പേഴ്സൺ ദാറ്റ് റിസീവ്സ് ദ വെർബ്സ് ആക്ഷൻ. ആ വെർബിൻ്റെ ആക്ഷന് റിസീവ് ചെയ്യുന്ന, കിട്ടുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരാൾ, അതാണ് ട്രാൻസിറ്റീവ് വെർബ്. മോസ്റ്റ് വേർബ്സ് ആർ ട്രാൻസിറ്റീവ് വേർബ്സ്. അധിക വേർബ്സും ട്രാൻസിറ്റീവ് വേർബ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഹീ ലെഫ്റ്റ് ദ കീസ് ഓൺ ദ ടേബിൾ. ഹീ ലെഫ്റ്റ് ദ കീസ് ഓൺ ദ ടേബിൾ. അവൻ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പോയി. അപ്പോൾ ഇവിടെ വെർബ് ലെഫ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് എന്നുള്ള വെർബ്, അതിൻ്റെ ആക്ഷൻ വരുന്നത് ഒരു സാധനത്തിൻ്റെ മേലാണ്. കീ ആണല്ലോ അവിടെ വെച്ചത്. അപ്പോൾ അത് ഫോളോഡ് ബൈ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയി. അപ്പോൾ ഈ ലെഫ്റ്റ് എന്നുള്ളത് ട്രാൻസിറ്റീവ് വെർബും കീസ് എന്നുള്ളത് ഒബ്ജക്റ്റാണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ, മൈ മോം റോട്ട് മീ എ ലെറ്റർ ഫോർ മൈ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ ഒരു ലെറ്റർ എഴുതി. അപ്പോൾ ഇവിടെ വെർബ് വരുന്നത് റോട്ടാണ്, എഴുതി. അത് ഏതെങ്കിലും ആളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനവുമായിട്ടോ ഈ ഒരു ആക്ഷൻ റോട്ട് എന്നുള്ള ആ ഒരു ആക്ഷൻ റിസീവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഒരു ഇത് റിസീവ് ആവുന്നത് ആ ഒരു സെൻറ്റൻസിലുണ്ടോ എന്നുള്ളതും നോക്കാം. അപ്പോൾ മൈ മോം റോട്ട് മീ,
എനിക്ക് എഴുതി. അപ്പോൾ ആ റോട്ട്, ആ എഴുതിയത് എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് എന്നുള്ള ആ ഒരു സംഭവം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റോട്ട് എന്നുള്ളത് ട്രാൻസിറ്റീവ് വെർബും മീ എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് വെർബ് പറയുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഓൾസോ എക്സ്പ്രസ് ആക്ഷൻ. അതും ആക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെയാണ്. ബട്ട് ആർ നോട്ട് ഫോളോഡ് ബൈ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഫോളോ ചെയ്തിട്ടല്ല അത് വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 3 PM. ട്രെയിന് 3 PM അറൈവ് ചെയ്യും. ഇവിടെ വെർബ് അറൈവ്സ് എന്നുള്ളതാണ്, എത്തുന്നു. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞ ട്രാൻസിറ്റീവ് വെർബിനുണ്ടായിരുന്ന 2 ചോദ്യങ്ങളുണ്ട്. അത് എന്തിൻ്റെ മേലിൽ പ്രയോഗിക്കുന്നു, അതുപോലെ ആരുടെ മേൽ പ്രയോഗിക്കുന്നു. ഈ 2 ചോദ്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് പറയാം. അതായത് അറൈവ്സ്, എത്തുന്നു. ആ എത്തുന്നു എന്നുള്ളത് പ്രയോഗിക്കാൻ, ആ എത്തുന്നു എന്നുള്ള ആ ഒരു വെർബ് പ്രയോഗിക്കാൻ അവിടെ ആളില്ല, ഒരു തിങ്ങില്ല, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇല്ല. അങ്ങനെയുള്ള സെൻറ്റൻസാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ബട്ട് ഐ ഹാവ് ടു ലീവ്. പക്ഷേ എനിക്ക് പോവേണ്ടതുണ്ട്. ഐ ഹാവ് ടു ലീവ്. ലീവ് എന്നാണ് ഇവിടെ വെർബ് വരുന്നത്, പക്ഷേ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അവിടെ വരുന്നില്ല. ഇനി നേരെ ട്രാൻസിറ്റീവ് വെർബിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോവാം. ഹീ ലെഫ്റ്റ് ദ കീസ് ഓൺ ദ ടേബിൾ. അവിടെ വെർബ് ലെഫ്റ്റ് എന്നും ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ട് കീസ് എന്നും വരുന്നുണ്ട്. ഇപ്പോൾ ഈ 2ൻ്റെ എക്സാമ്പിൾസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒന്നിൽ, അതായത് ട്രാൻസിറ്റീവ് വെർബിൽ അവിടെ ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം. അതുപോലെ ഒരു പേഴ്സൺ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ് പേഴ്സൺ ഓർ തിങ്, അത് വേണം. പക്ഷേ ഇൻട്രാൻസിറ്റീവ് വെർബിൽ അങ്ങനെ ഒരു പേഴ്സൺ ഓർ തിങ് അവിടെ ആവശ്യമില്ല, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് മോസ്റ്റായിട്ടുള്ള സെൻറ്റൻസസും, മോസ്റ്റായിട്ടുള്ള ഇംഗ്ലീഷിൽ മോസ്റ്റായിട്ട് വരുന്ന സെൻറ്റൻസസ്, വെർബ്സൊക്കെ ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോൾ ഇതാണ് ലെസൺ 4 ഒസിമാൻഡിയാസ് ബൈ PB ഷെല്ലി. Thank you.